നവരാത്രി കാലത്ത് ഈ ദിവസങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതും കൂടി ഈ സന്ദർഭത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജ്യോതിഷം അന്ധവിശ്വാസമാണോ അല്ലയോ എന്നുള്ളത്. ജ്യോതിഷത്തെക്കുറിച്ച് നമ്മുടെ വേദാംഗമായിട്ടാണ് ജ്യോതിഷത്തെയും പറയുന്നത്. ജ്യോതിഷം പഠിച്ചാലേ നമുക്ക് ശരിക്കും വേദക്രിയകളിലേക്ക്, വൈദിക ക്രിയകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. ഒരു വൈദിക ക്രിയ എപ്പോൾ ചെയ്യണം എന്നറിയണേ അതിൻ്റെ സമയം അറിയണം. ആ സമയം അറിയാൻ ഒരു അല്പമായ ജ്യോതിഷജ്ഞാനം ആവശ്യമാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനം അറിയേണ്ട ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷം വേദാംഗമായിട്ട് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ശിക്ഷാകല്പം വ്യാകരണം എന്നൊക്കെ പറഞ്ഞ പോലെ ജ്യോതിഷം നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഒരാൾ വേദപണ്ഡിതനാകുമായിരുന്നുള്ളൂ. അപ്പോൾ അത്രയോ 1000-10,000 വർഷങ്ങളായിട്ട് ഭാരതത്തിലിത് പഠിച്ചു വരുന്നതാണ്. പക്ഷേ ആദ്യകാലത്ത്, ഈ വൈദിക കാലത്ത് ഒരിക്കലും ഈ ജ്യോതിഷം ഒരു പ്രവചനത്തിന് ഉപയോഗിച്ചിരുന്നില്ല. നമ്മുടെ മനുഷ്യജീവിതത്തിലെ സുഖദുഃഖങ്ങളെക്കുറിച്ച് പറയാനോ ജയാപജയങ്ങളെക്കുറിച്ച് പറയാനൊന്നും ജ്യോതിഷം ഉപയോഗിച്ചിരുന്നില്ല. ആകപ്പാടെ അത് ഉപയോഗിച്ചിരുന്ന കാലനിർണ്ണയത്തിനായിരുന്നു. ഏത് യാഗം എപ്പോൾ ചെയ്യണം, ഏത് യജ്ഞം എപ്പോൾ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, ഏത് മാസം ചെയ്യണം, ഏത് ആഴ്ച ചെയ്യണം, ഏത് തിഥി ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് തിഥിയും മാസവും പക്വമെല്ലാം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യകാലത്ത് ജ്യോതിഷം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് അതിനെ സ്വയം ഒരു ശാസ്ത്രമായിട്ട് വികസിച്ച് വന്നപ്പോൾ, ഇപ്പോൾ ഈ സംഗീതത്തിൻ്റെ കാര്യത്തിലുള്ള ആയുർവേദത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം. വേദത്തിൽ ഇതൊക്കെയുണ്ട്, സംഗീതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പരാമർശമുണ്ട്. പക്ഷേ ആ സംഗീതം ശാസ്ത്രം ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അത് വളരെയധികം വികസിച്ച് സ്വന്തമായിട്ടൊരു ശാസ്ത്രമായിട്ട് വളർന്നു വന്നു. ആയുർവേദം സ്വന്തമായൊരു ശാസ്ത്രമായിട്ട് വളർന്നു വന്നു. അതേപോലെ ജ്യോതിഷവും സ്വന്തമായൊരു ശാസ്ത്രമായിട്ട് വളർന്നു വന്നു. അപ്പോൾ ആ രീതിയിലൊരു ശാസ്ത്രമായിട്ട് വളർന്നു വന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടം അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ, അന്തരീക്ഷത്തിൽ അനേകം ഗ്രഹങ്ങളുണ്ട്, എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല. പിന്നെ രാഹുവും കേതുവും ഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളെ കണക്കിലെടുക്കുന്നു. സൂര്യനെ ഒരു ഗ്രഹമായിട്ട് കണക്കാക്കുന്നു. ഇങ്ങനെ അനേക അസംബന്ധങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഭൂമിയെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ടാണ് അത് കണക്കാക്കുന്നത്, ഗ്രഹങ്ങളെല്ലാം കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ സൂര്യനാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം, ഭൂമി അല്ല കേന്ദ്രം. ഇങ്ങനെ അനേകം കുറ്റങ്ങൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. പിന്നെ ഒരിക്കലും അന്തരീക്ഷ ഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ ആരെ യുക്തി വെച്ച് നോക്കിയാലും നമുക്ക് തോന്നും അന്തരീക്ഷത്തിൽ കൂടെ ഗ്രഹം പോകുന്നു, അനേകം നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഗ്രഹത്തിൻ്റെ ഗതിക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആധുനിക യുക്തിവാദം പറയുന്ന പല കാരണങ്ങൾ. അപ്പം നമ്മൾ ജ്യോതിഷത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു വന്നിരുന്ന ദേവതാസങ്കല്പം കുറച്ചുകൂടെ മനസ്സിലാക്കണം. ഓരോ ശാസ്ത്രത്തിനും അതിൻ്റേതായൊരു ദേവതാസങ്കല്പമുണ്ട്. ഇപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആയുർവേദം എന്ന് പറയുമ്പോൾ അതിലൊരു ദേവതയുണ്ട്, ആയുർവേദത്തിനൊരു ദേവതയുണ്ട്. പ്രധാനമായിട്ട് ആയുർവേദത്തിന് ദേവതയായിട്ട് പറയുന്നത് ധന്വന്തരി മൂർത്തിയാണ്. ഭഗവാൻ തന്നെ ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിച്ച് ലോകത്തിന് ആയുർവേദം പ്രദാനം ചെയ്തു എന്നാണ് ആയുർവേദ ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കും. ധന്വന്തരിയെ വണങ്ങിക്കൊണ്ടാണ് നമ്മൾ ആയുർവേദ ശാസ്ത്രം പഠിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു വൈഷ്ണവമായ സമ്പ്രദായമാണ് ആയുർവേദം എന്ന് പറയാം. അതേപോലെ ദക്ഷിണ ഭാരതത്തിലെ മറ്റൊരു സമ്പ്രദായം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു, സിദ്ധവൈദ്യം എന്ന് പറഞ്ഞിട്ട്. അത് 18 ശൈവസിദ്ധന്മാരാണ് അതിനെ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ സിദ്ധവൈദ്യത്തിനകത്ത് അതിനെ ഒരു ശൈവം സമ്പ്രദായം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആയുർവേദത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. സിദ്ധവൈദ്യത്തിലെ മരുന്നുകളും അതിലുള്ള ക്രിയകളും കുറച്ച് വ്യത്യസ്തങ്ങളാണ്. അത് കൂടുതൽ ഈ പറഞ്ഞ ശൈവമാർഗത്തിൽ ദക്ഷിണ ഭാരതത്തിലാണ് കൂടുതൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. ഇത് രണ്ടും കൂടാതെ മറ്റൊരു മാർഗം കൂടിയുണ്ട്, ഒരു ദേവിയുടെ ഒരു മാർഗം കൂടിയുണ്ട്. നമ്മളിതിപ്പോൾ നവരാത്രി കൊണ്ട് ദേവിയുടെയും കൂടെ പറയാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മൾ ശാകംഭരി എന്ന ദേവിയെ പറഞ്ഞു. ശാകംഭരി എന്ന പറഞ്ഞുകൊണ്ട് മാത്രം അത് തീർന്നില്ല. ഇന്ന് നമ്മൾ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് അറിയുന്നത് മുഴുവൻ വാസ്തവത്തിൽ പ്രകൃതി ജീവനം, ഈ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിച്ച് ആരോഗ്യമായിട്ട് ജീവിക്കുക, അസുഖം വരാതെ ജീവിക്കുക, അത് വാസ്തവത്തിൽ ആ ദേവിയുടെ ഒരു ശാസ്ത്രമായിട്ടാണ് പറയുന്നത്. ഒരു ശാക്തേയ ശാസ്ത്രമായിട്ടാണ്, ആരോഗ്യശാസ്ത്രമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒറ്റമൂലികൾ, നമ്മൾ ആദിവാസി ചികിത്സ, നാട്ടു ചികിത്സ, അമ്മമാർക്കും അറിയുന്ന നാടൻ മരുന്നുകൾ, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ അതൊരു വലിയ ശാസ്ത്രമായിട്ട് ഭാരതത്തിൽ പിന്നീട് വികസിച്ചില്ല. വിദേശത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ പ്രകൃതി ചികിത്സയുടെ നിയമങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ അത് വീണ്ടും അത്രത്തോളം വളർന്ന് വന്നില്ല. പക്ഷേ എങ്കിൽ പോലും അത് എല്ലാ കാലത്തും നിലനിന്നിരുന്നു. അത് കൊച്ചു ഗ്രാമങ്ങളിൽ പോലും നിലനിന്നു, കാട്ടുജാതിക്കാരുടെ എല്ലാവരും നിലനിന്നിരുന്നു. എല്ലാ കാലത്തും ഭാരതത്തിൽ അത് എല്ലാ ഭാഗത്തും നിലനിന്നിരുന്നു.
അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സുഹൃതം എന്ന് തന്നെ പറയണം. കാരണം ആരും പഠിപ്പിക്കാതെ, ആചാര്യന്മാരൊന്നും ഇല്ലാതെ, പാഠപുസ്തകങ്ങളില്ലാതെ ഒരു ശാസ്ത്രം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതുള്ളൊരു അത്ഭുതം തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിന്ന് വരിക എന്നുള്ളത്. അപ്പോൾ ഇന്നും ഏത് ഗോത്രങ്ങളുടെയും ചെന്നാലും അവിടെയും സ്വന്തമായ ചില മരുന്നുകളും ഒറ്റമൂലികളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്നും അത് അതിനെക്കുറിച്ച് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഈ കൂട്ടത്തിലൊന്ന് പറഞ്ഞു വന്നാണ്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ ദേവതകളെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾ തരുന്നത് 9 ദേവതകളെന്നാണ് ജ്യോതിശാസ്ത്രത്തിലെ സങ്കല്പം, അല്ല ജ്യോതിഷത്തിലെ സങ്കല്പം. നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ ജ്യോതിശാസ്ത്രവും ജ്യോതിഷം രണ്ടായിട്ടാണ് പഠിക്കുന്നത്. ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ അസ്ട്രോണമി, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അസ്ട്രോളജി. അപ്പോൾ അതിന് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം, ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ കറക്റ്റ്, അത് ശാസ്ത്രം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ പണ്ട് ആ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും രണ്ടും ഒന്നായിട്ട് തന്നെയാണ് പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നിനെ അന്ധവിശ്വാസം എന്നോ ഒന്നിനെ ശാസ്ത്രം എന്നല്ല വേർതിരിച്ചിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടങ്ങനെ ചെയ്തിരുന്നില്ല? കാരണം ഇവിടെ ഈ ജ്യോതിഷത്തിലെ 9 ഗ്രഹദേവതകളെയാണ് അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ 9 ഗ്രഹദേവതകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കർമ്മഫലങ്ങളും 9 ഗ്രഹദേവതകൾക്കായിട്ട് വിധിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതം ഈ പ്രാരബ്ധ കർമ്മഫലമായിട്ടാണ് ഈ ശരീരം കിട്ടുന്നത്. ഈ ഒരു ജന്മം നമ്മൾ എടുക്കുന്നത്. ആ പ്രാരബ്ധ കർമ്മം അനുഭവിച്ച് തീർന്നു കഴിഞ്ഞാൽ ആ ശരീരം വീണു പോകും. പിന്നീട് ആ ശരീരം നിലനിൽക്കില്ല. ഇതാണൊരു കർമ്മ സിദ്ധാന്തം നമ്മളെ പഠിപ്പിക്കുന്നത്. മിക്കവാറും ഭാരതത്തിലുണ്ടായി വന്നിട്ടുള്ള എല്ലാ ദർശനങ്ങളിലും ഈ കർമ്മ സിദ്ധാന്തം പൊതുവായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതില്ലാതെ നമുക്ക് സമൂഹത്തിലെ പല കാര്യങ്ങളും വിശദീകരിക്കാൻ പറ്റത്തില്ല. വ്യവഹാര ലോകത്തിൽ എന്തെങ്കിലും വിശദീകരണം നമുക്ക് നൽകാൻ സാധിക്കണമെങ്കിൽ, എന്തെങ്കിലും തത്വശാസ്ത്രം കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ എങ്ങനെ നോക്കിയാലും കർമ്മ നിയമത്തെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ന്യൂട്ടൻ്റെ നിയമം എന്ന് പറഞ്ഞാലും കർമ്മ നിയമത്തിൻ്റെ ഒരു വിശേഷാൽ പതിപ്പാണ് ഈ ന്യൂട്ടൻ്റെ നിയമം എന്ന് പറയുന്നത്. അത് മെക്കാനിക്കൽ ഫോഴ്സസിൽ അത് അപ്ലൈ ചെയ്യുന്നു. യാന്ത്രിക ബലങ്ങളിൽ ന്യൂട്ടൻ്റെ നിയമം ബാധകമാകുന്ന പോലെ ജീവിതത്തിൽ കർമ്മ നിയമമാണ് ബാധകമാകുന്നത്. അപ്പോൾ കർമ്മ നിയമമാണ് ആദ്യം ഉണ്ടായത്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ന്യൂട്ടൻ്റെ ബലനിയമം എന്ന് പറയുന്നത്.